ബോളിഞ്ചർ ബാൻഡാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതിന്റെ PPT പിന്നെ പറയാം. ആദ്യം നമുക്ക് പ്രാക്ടിക്കലായിട്ടൊന്ന് കണ്ടു നോക്കാം. മെയിൻ ആയിട്ടുള്ള താഴത്തെ ഒരു 3 ലൈനുകളാണ്. ഓക്കെ, ലോവർ ബാൻഡ്, അപ്പർ ബാൻഡ് ആൻഡ് മിഡ് ബാൻഡ്. ഓക്കെ, മിഡ് ലൈൻ എന്ന് പറയും. ഓക്കെ, ലോവർ ബാൻഡില് പ്രൈസ് ആക്ഷൻ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ ടച്ച് ചെയ്ത് വന്ന് ടച്ച് കഴിഞ്ഞാൽ ഇത് പ്രൈസ് അപ്പിലേക്ക് പോകും. ഓക്കെ, പ്രൈസ് ബാൻഡിൽ നിന്ന് വിട്ടിന്ന് അപ്പിലേക്ക് പോകും. ഓക്കെ, അതുപോലെ അപ്പർ ബാൻഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും മൂവിങ് ആവറേജസ് ആണ്. ഓക്കെ, മൂവിങ് അപ്പ് മിഡിൽ ബാൻഡ്, ഓക്കെ, ഡൗൺ ബാൻഡ്. ഓക്കെ, ഇത് ഷോ ചെയ്തേക്കുന്നത്. അപ്പർ ബാൻഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പ്രൈസ്, ഓക്കെ, സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും, സെല്ലിംഗ് ഡൗണിലേക്ക് വരും. ഓക്കെ, ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. പക്ഷെ ഇഫ് ദ മാർക്കറ്റ് ഈസ് ബുള്ളിഷ്, ഓക്കെ, 1 hour, മാർക്കറ്റ് ബുള്ളിഷ് ആണ്, അത് കണ്ടിന്യൂസ്ലി അപ് ട്രെൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇവിടെ കാണുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിച്ചോ? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ചെറുതായിട്ട് ബുള്ളിഷ് ആണെങ്കിൽ. മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലേക്ക് വന്നു. ഇത് കണ്ടോ? ഇവിടെ ഡൗൺ ട്രെൻഡിലേക്ക് വന്നു, അപ് ട്രെൻഡിലേക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ലൈന് ടച്ച് ചെയ്തു. ലൈന് ടച്ച് ചെയ്ത് എന്നിട്ട് പിന്നെ അപ് ട്രെൻഡിലേക്ക് പോയി. ഓക്കെ, ഇവിടെ ലൈന് ടച്ച് ചെയ്തു, ഡൗണിലേക്ക് വന്നു, പിന്നെ അപ്പിലേക്ക്. പിന്നെ ഈ മിഡ് ലൈനിൽ വരുമ്പോൾ ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ഈ മിഡ് ലൈൻ വരുമ്പോൾ എന്താണ് പറ്റുന്നത്? മാർക്കറ്റ് സെന്റിമെന്റ് വിൽ ബി ഇൻ എ സൈഡ് വേ സെന്റിമെന്റ്. ഇവിടെ ശ്രദ്ധിച്ചോ? മാർക്കറ്റ് ഒരു മീഡിയം സെന്റിമെന്റിലാണ്, സൈഡ് വേസ് ആണ് മിഡ് ലൈൻ വരുമ്പോൾ. മനസ്സിലായോ? മെയിൻ ആയിട്ടുള്ള ബോളിഞ്ചർ ബാൻഡ് ഇത് കുറച്ചും കൂടി ബാക്കി RSIയും മാഗ്ഡിനേക്കാളും കുറച്ചും കൂടി സിമ്പിളും കുറച്ച് ആക്യുറേറ്റും ആണ്. നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു എന്താ പറയുക, ഒരു ഇൻഡിക്കേറ്റർ ആണ് ബോളിഞ്ചർ ബാൻഡ്. അതുകൊണ്ട് മിക്കവരും ഈ ബോളിഞ്ചർ ബാൻഡിനെയാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ട്രേഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ബോളിഞ്ചർ ബാൻഡ് ആണ് കൂടുതലായിട്ടും ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നീട് ഈ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ട്രെൻഡിലാണെങ്കിൽ ഈ ലൈനിൽ ടച്ച് ചെയ്തിട്ട് നമുക്ക് താഴത്ത് വരും നോക്കും, പക്ഷെ ഇല്ല, ഈ ലൈനിൽ കൂടെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ വിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വിട്ട് ഇത് കണ്ടോ? ഇവിടെ ഇതിന്റെ ഇത്രയും ഭാഗത്ത് വിട്ട് കണ്ടോ? അത് അതിന്റെ എന്താ പറയാ, മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബീറിഷ് ആണോ നമുക്ക് വിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിട്ട് കൂടുമ്പം മാർക്കറ്റ് വോളറ്റൈൽ ആവും. ബുള്ളിഷ് എന്നല്ല, സിഗ്നൽ മാർക്കറ്റ് വോളറ്റൈൽ ആവും. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ബോളിഞ്ചർ ബാൻഡ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും ഒരു ഇൻഡിക്കേറ്റർ ടൂൾ ആണ്. മെയിനായിട്ടും വിഷ്വൽ അനാലിസിസിന് വേണ്ടി ജോൺ ബോളിഞ്ചർ എന്ന് പറഞ്ഞ ആളാണ് അത് ക്രിയേറ്റ് ചെയ്തത്. മെയിനായിട്ടും അപ്പർ ആൻഡ് ലോവർ ബാൻഡ്. പിന്നീട് ബോളിഞ്ചർ ബാൻഡിന്റെ കാര്യങ്ങൾ പറയാനുള്ള മെയിനായിട്ടും അത് അപ്പർ ബാൻഡ്, ലോവർ ബാൻഡ്. ടാഗ് ഓഫ് ലോവർ ബോളിഞ്ചർ ബാൻഡ് ഈസ് നോട്ട് എ സിഗ്നൽ ഫോർ ബൈ സിഗ്നൽ. ഓക്കെ, അതൊരു ബൈ സിഗ്നൽ അല്ല. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡൗണിലെ ആളുകൾ മേടിക്കും, പക്ഷെ ഒരു ബൈ സിഗ്നൽ അല്ല, വേറെ സിഗ്നൽ കൂടി നമ്മൾ നോക്കണം. അപ്പർ ബാൻഡും ഒരു സെൽ സിഗ്നൽ അല്ല. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഹൈ പ്രൈസ് ആർ റെപ്രസെന്റഡ് ബൈ ദ അപ്പർ ബാൻഡ് ആൻഡ് ലോ പ്രൈസസ് ആർ represented by the lower band. Okay, middle band act as a simple moving average between the two other band. Okay, simple SMA, simple moving average ആയിട്ട് ബിഹേവ് ചെയ്യും. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ ആ മിഡിൽ പാർട്ടിൽ വന്നു കഴിയുമ്പോൾ മാർക്കറ്റ് വോളറ്റൈൽ ആവത്തില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ബാക്കി ഓവറായിട്ട് അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനില്ല. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അതിന് ലോവർ ബാൻഡിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പക്ഷെ ഈ മിഡ് ബാൻഡിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു കൂടി കറക്റ്റ് ആയിട്ട് അറിയണം. മിഡ് ലൈനിൽ എത്തുമ്പം അപ്പിലേക്ക് പോവാനുള്ള എന്താ പറയുക, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, മിഡ് ലൈൻ എത്തുമ്പം. അപ്പൊ ആ കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. മാർക്കറ്റ് വോളറ്റൈൽ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ പ്രൈസ് വളരെ എന്താ പറയാ, വിഡ്ത്ത് വളരെ കൂടുതലായിരിക്കും. ഇവിടെ ഈ ഭാഗത്ത് ശ്രദ്ധിച്ചു, അപ്പ് ഡൗൺ ഇങ്ങനെയാണ്. ഈ ഭാഗത്താണെങ്കിൽ വിഡ്ത്ത് ഉണ്ട്, പക്ഷെ ഇത് ഒരേ ട്രെൻഡാണ്, ബുള്ളിഷ് ആണ് ഫുള്ള്. മനസ്സിലായോ? Subscribe now.